ഞങ്ങള് ഞങ്ങളുടെ കൂട്ടത്തിൽ കവികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സുജൻ പൂപ്പതി ഈ അടുത്താണ് നമ്മളിത് വേർപെട്ടു പോയത്. സുജൻ്റെ ഒരു അനുസ്മരണം, സുജൻ്റെ പുസ്തകം കവിതാ സമാഹാരം പ്രസിദ്ധപ്പെടുത്തൽ, സുജൻ്റെ പേരിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തിയ കവിതാ മത്സരത്തിൽ പുരസ്കാര ജേതാക്കളായിട്ടുള്ളവർക്കുള്ള പുരസ്കാര സമർപ്പണം തുടങ്ങിയ പരിപാടികൾ എല്ലാം മാർച്ച് 8 നടക്കുകയാണ്. ആ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ളതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ലക്ഷ്യം. ഇപ്പൊ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഷൈജു പി കാർത്തികേയൻ, ഈ സുജൻ പൂപ്പത്തി സ്മാരക സമിതിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ്, സുജന്റെ സഹോദരനാണ് അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നത്. പിന്നെ ബിനില കെ ബാബു, ബിനില കാബിശികയുടെ സെക്രട്ടറിയാണ്. ചാക്കോടി അന്തിക്കാട് നമുക്കറിയാം, പ്രമുഖനായിട്ടുള്ള ആക്ടിവിസ്റ്റാണ്, നാടകപ്രവർത്തകനാണ്, കവിയാണ്. പിന്നെ ജയറാം വാഴൂർ കവിയാണ്. അത്രയും പേരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സുജൻ പൂപ്പത്തി ബഹുമുഖ പ്രതിഭയായി ജീവിച്ച ഒരാളാണ്. കവിയാണ്, സാഹിത്യകാരനാണ്, സംഘാടകനാണ്. സംഗീതം ഉൾപ്പെടെയുള്ള കലാമേഖലകളിൽ നിഷ്ണാതനായ വ്യക്തിയാണ്. സംഗീതജ്ഞനാണ്, മൃദംഗം ഉൾപ്പെടെയുള്ള സംഗീതോപകരണങ്ങളിൽ വിദഗ്ധനാണ്. അങ്ങനെ കലാസാഹിത്യ രംഗത്ത് സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന, ഔദ്യോഗിക രംഗത്ത് അങ്ങനെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായി സദാ ജനങ്ങൾക്കിടയിൽ കർമ്മനിരതനായി ജീവിച്ച, എല്ലാവർക്കും പ്രിയങ്കരനായ ഒരാളാണ്. ചുറ്റുമുള്ള എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സ്നേഹം വാരി വിതറിക്കൊണ്ട് ഞങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളാണ്. സമീപകാലത്ത് പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ അനുസ്മരണം നടക്കുന്നത്. ഈ മാർച്ച് 28, ഫെബ്രുവരി 28 സർവീസിൽ നിന്ന് അദ്ദേഹം വിരമിക്കേണ്ടിയിരുന്നു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദിവസം തൻ്റെ കവിതാ സമാഹാരം പ്രസിദ്ധപ്പെടുത്തണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചിരകാല ആഗ്രഹം ആണ്. അത് ഞങ്ങൾ നടത്തി വരുത്തുകയാണ്. കുടുംബാംഗങ്ങളും കാവിശികയും ചേർന്ന് ആ പുസ്തകം സുജൻ പൂപ്പത്തിയുടെ കവിതകൾ എന്ന പേരിൽ അത് പുറത്തിറങ്ങുന്നു. ഈ ചടങ്ങ്, സുജൻ്റെ അനുസ്മരണം, സുജൻ്റെ പുരസ്കാര സമർപ്പണം, സുജൻ്റെ കവിതകളുടെ പുസ്തക പ്രകാശനം, ഈ കാര്യങ്ങളാണ് 8-ാം തീയതി മാള ബലിവർമ്മ അവരുടെ നാട്ടിലാണ് അത് നടക്കുന്നത്. മാള പറമ്പിലുള്ള മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റികളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ പുരസ്കാരം സംബന്ധിച്ച് കൂടി പറയേണ്ടതുണ്ട്. കാരണം വളരെ ഒരു വലിയ മത്സരമാണ് സുജന്റെ പേരിൽ നടത്തിയത്. ഇത് പുസ്തകങ്ങളുടെ മത്സരമല്ല, ഒറ്റ കവിത മത്സരമാണ്. ഏതാണ്ട് 700-ലേറെ കൃതികളാണ്, ഏതാണ്ടല്ല 700-ലേറെ കൃതികളാണ് മത്സരത്തിന് വേണ്ടി ലഭിച്ചത്. അത്ര വലിയൊരു സ്വീകാര്യത. കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും, കേരളത്തിന് പുറത്തുനിന്നും മത്സരത്തിൽ ആളുകൾ പങ്കെടുത്തു. ചെറിയ സ്കൂൾ കുട്ടികൾ മുതൽ വളരെ മുതിർന്ന, നാട്ടിൽ അറിയപ്പെടുന്ന കവികൾ വരെ ഈ കവിതാ പുരസ്കാരത്തിന് വേണ്ടി അയച്ചിരുന്നു. എന്നിട്ട് ഇതിന്ന് ഉദയ പയ്യന്നൂർ, സുമേ കൃഷ്ണൻ എന്നീ 2 പേരാണ് 700-ൽ പരം പേർ പങ്കെടുത്ത കവിതാ മത്സരത്തിൽ 1-ാം സമ്മാനം നേടിയത്. നമ്മുടെ ഒറ്റ വ്യക്തിക്ക്, ഒറ്റ കവിതയ്ക്ക് 10,001 രൂപയും പ്രശസ്തി പത്ര ബലവുമാണ് കൊടുക്കുന്നത് പറഞ്ഞിരുന്നത്. ഇതിലെ പുരസ്കാര തുക 2 പേർക്കും പങ്കുവെക്കും. ഇതിന്റെ ഏറ്റവും അവസാന റൗണ്ടിൽ 14 കവികളാണ് പങ്കെടുത്തത്. ഇപ്പൊ ആ മത്സരം ജഡ്ജ് ചെയ്ത പിന്നെ കുരിപ്പുഴ ശ്രീകുമാർ, ഡോക്ടർ സാബു കൂട്ടൂക്കൽ, ശാന്തൻ, VS ബിന്ദു, ഡോക്ടർ TK സന്തോഷ് കുമാർ, കയാർ ദർശന, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, ഈ ആൾക്കാരെല്ലാം മലയാളത്തിൽ മികച്ച കവികളാണ് എന്ന് നിങ്ങൾക്കറിയാം. അവരാണ് ജഡ്ജ്മെന്റ് നടത്തിയത്. അവർ പറഞ്ഞത് അവസാന റൗണ്ടിലേക്ക് വന്ന കവിതകൾ ഒന്നിനൊന്ന് മികച്ചതാണ്. പുരസ്കാര ജേതാക്കളായിട്ട് 1-2 പേരെ തിരഞ്ഞെടുക്കാൻ പ്രയാസകരമാവുന്ന വിധത്തിൽ അത്യുജ്വലമായൊരു മത്സരമാണ് നടന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ തൊട്ട് താഴെ വന്ന 9 പേർക്ക് പ്രത്യേക ജൂറി പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അത് ഈ സന്ധ്യ വളരെ പ്രമുഖയായിട്ടുള്ള കവിയാണെന്ന്
നിങ്ങൾക്കറിയാം. ബാലഗോപാൽ കാഞ്ഞങ്ങാട് യുവ കവികളിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ്. കൃഷ്ണ സൗവർണിക മലയാളത്തിലെ ഏറ്റവും മികച്ച കവിയാണ്. CG രേഖ, സ്റ്റെല്ല മാത്യു, ഡോക്ടർ അജയ് നാരായണൻ, ദിവ്യ GS, അരുൺകുമാർ അന്നൂർ, അഖിൽ K ഗോവിന്ദ് എന്നിങ്ങനെയുള്ള 9 പേർക്കാണ് പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഈ മത്സരത്തിന്റെ പ്രാഥമിക റൗണ്ടുകളിൽ ജയറാം ബാലു, KR ദർശന, K സുധാകരൻ, ശ്രീജ വിധു, ജിബിൽ പേര എന്നിവർ ഞാനുമാണ് പ്രാഥമിക പരിശോധനകൾ നടത്തിയത്. 8-ാം തീയതി അശോകൻ ചെരുവിൽ അധ്യക്ഷതയിലാണ് ഈ സാഹിത്യ പുരസ്കാര സമർപ്പണ അനുസ്മരണ പുസ്തക പ്രകാശന സമ്മേളനം നടക്കുന്നത്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദ മാഷാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്, പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. കുരിപ്പുഴ ശ്രീകുമാർ പുരസ്കാര ജേതാക്കൾക്കുള്ള പുരസ്കാര സമർപ്പണം നൽകും. ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരനും RLB രാമകൃഷ്ണനും മുഖ്യാതിഥികളായി പങ്കെടുക്കും. അത്രയാണ് പത്രസമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. കുമാർ പങ്കെടുക്കില്ല. VR സുനിൽകുമാർ അധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട്. അത് ഇതിൽ പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മളിത് എഴുത്തുകാരുടെ കാര്യം മാത്രം ആ സമയത്ത് ഓർമ്മ വന്നുണ്ട്. അത് വിട്ടുപോയത് വലിയൊരു തെറ്റ് തന്നെയാണ്, വലിയ തെറ്റാണ്. അതൊന്നും പ്രത്യേകം കൊടുക്കാൻ ഡേറ്റ് മാറി. ഡേറ്റ് അനൗൺസ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചു 22-ാം തീയതിയാണ് പത്രസമ്മേളനം നമ്മൾ ആദ്യം ബുക്ക് ചെയ്തത്. എല്ലാം മാർച്ച് 8 2 മണി മുതൽ.